السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനമുള്ള തങ്ങളവറുകളെ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, ബഹുവന്യരായ ഷെയ്ഖുന സൈനുൽ ഉലമ സൈനുദ്ദീൻ മുസ്ലിയാരുടെ അനുസ്മരണത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഷെയ്ഖുനായുടെ ഉഖറവിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതരായി. അതിന്റെ ഗുണങ്ങൾ നാം അനുഭവിച്ചു. ദീർഘകാലം, ഏകദേശം 20 വർഷത്തോളം ആ നേതൃത്വം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് നമുക്ക് ലഭിച്ചു. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. ഇതിന് പകരമായി നമുക്ക് ചെയ്യാനുള്ളത് മഹാനവറുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മഹാനവറുകളുടെ മദ്ഹുകൾ, മഹത്വങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇത് വാസ്തവത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണത്. നമുക്കറിയാം, മഹാന്മാരായ സഹാബിമാർ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന അൻസാറുകൾ വളരെയേറെ അതുല്യമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തരത്തിലുള്ള സ്വീകരണവും സഹകരണവും കാണിച്ചു. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഹാജിറുകൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് പറയുകയുണ്ടായി, മാ റഅയ്നാ ഖൗമൻ അബ്ദല മിൻ കസീരിൻ വലാ അഹ്സന മുവാസാതൻ മിൻ ഖലീലിൻ മിൻ ഖൗമിൻ നസൽനാ ബൈന അദ്ഹുരിഹിം. നാം ഈ അൻസാറുകളെ പോലെ ഒരു സമൂഹത്തെ നമ്മൾ വേറെ കണ്ടിട്ടില്ലല്ലോ നബിയെ. അവരുടെ പക്കൽ ഉണ്ടെങ്കിൽ അവർ വാരിക്കോരി നമുക്ക് തരുന്നു, നമ്മളെ സഹായിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലായ്മ വെക്കാതെ തന്നെ നമ്മെ സഹായിക്കുന്ന ഒരു സമൂഹം. അപ്പോ ഹത്താ ലഖദ് ഖിശ്നാ അൻ യദ്ഹബൂ ബിൽ അജ്രി കുല്ലിഹി, ആഖിറത്തിൽ പ്രതിഫലം മുഴുവനും അൻസാറുകൾക്ക് ആവുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് മുഹാജിറുകൾ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മുഹാജിറുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ എന്തൊരു സൽക്കർമ്മം ചെയ്താലും അതിനൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് പോലെയുള്ള ഒരു പ്രതിഫലം ആർക്കും ലഭിക്കും, അൻസാറുകൾക്കും ലഭിക്കുമല്ലോ, അവരുടെ സഹായം സഹകരണം കാരണം. അതുകൊണ്ട് തന്നെ അവരത് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതായത് ആഖിറത്തിൽ വരുമ്പോൾ അൻസാറുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുഹാജിറുകളായ തങ്ങൾക്ക് പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് അവർ ഭയപ്പെടുകയാണ്, പുണ്യം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രതിവിധിയായി പറഞ്ഞു കൊടുത്തത് എന്താണ്? അതല്ല, അങ്ങനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ ഭയപ്പെടാം. മാ ദഅഉതുമുല്ലാഹ ലഹും വഅസ്നൈതും അലൈഹിം, മാ ദഅഉതുമുല്ലാഹ ലഹും വഅസ്നൈതും അലൈഹിം. നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. എന്നാൽ നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ബാധ്യത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഗുണം ലഭിച്ചു, നിങ്ങളോട് സഹകരിച്ചു, നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് വലിയ സേവനങ്ങൾ ചെയ്തു തന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വഅസ്നൈതും അലൈഹിം, അവരുടെ പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. എങ്കിൽ അവർക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും ആഖിറത്തിൽ പുണ്യം ലഭിക്കും. ഇതാണ് മുസ്ലിം ഉമ്മത്ത് എക്കാലത്തും ഇങ്ങനെ ഒരു സ്വഭാവം നിലനിർത്തി വരാനുണ്ടായ കാരണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ദീനിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഗുണങ്ങൾ, അതിന് ഒരുപാട് മഹാന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, മഹാന്മാരായ ബദരീങ്ങൾ തുടങ്ങിയുള്ള മഹത്തുക്കളുടെ ഒക്കെ വലിയ സേവനങ്ങൾ ഇതിന് വകയായി. അപ്പോൾ ആ ബദരീങ്ങളുടെയും ആ മഹാന്മാരുടെയും ആ വലിയ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളുടെ പലരുടെയും വലിയ അവസരോചിതമായ ഇടപെടലുകൾ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പൊ അവരെയൊക്കെ സ്മരിക്കുകയും അവരുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പാടുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യലൊക്കെ ദീനാണ്. അതുപോലെ തന്നെയാണ് നാം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, അവരുടെ കഠിനാധ്വാനം ആണ് ഇന്ന് നമ്മെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഈ ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഇത്തരക്കാരായ ചില ആളുകളെ നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഇവിടെ നിലനിർത്തുന്നത് മഹാന്മാരായ ഉലമായിലൂടെയാണ്.
പണ്ഡിതന്മാരിലൂടെയാണ് ഇവിടെ ദീൻ നിർത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാരിലൂടെ മാത്രമേ ദീൻ ഇവിടെ നിലനിൽക്കുകയും ഉള്ളൂ. ഗ്രന്ഥങ്ങളെ കൊണ്ട് ദീൻ നിലനിന്നോളണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇവിടെ ഉണ്ട്. അതിവിടെ ഉണ്ടായതുകൊണ്ട്, രേഖപ്പെട്ട് ഗ്രന്ഥങ്ങളിലായി ഉണ്ടായതുകൊണ്ട് ഇവിടെ ദീൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണോ ഇവിടെ ദീനിനെ അവതരിപ്പിച്ചു കൊടുത്തത്, അള്ളാഹുവിന്റെ ദീൻ ഏതാണോ അതേ രൂപത്തിൽ അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ നിലക്ക് അതിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരിക്കണം. ആ പണ്ഡിതന്മാരിലൂടെയാണ് ആ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ. ദീൻ ഇൽമു ഉയർത്തപ്പെടും, ദീൻ ഇല്ലാതെയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ച് സഹാബത്തിൽപ്പെട്ട ചിലർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി വളരെ ഗൗരവത്തിലാണ് മറുപടി പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? ഈ കാണുന്ന യഹൂദികളും ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അവർ സഹാബത്ത് ചോദിച്ചത് എങ്ങനെയാണ് ഇൽമു ഇവിടെ ഇല്ലാതെയായി തീരുന്നത്? ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് നമ്മൾ പഠിക്കുന്നു, നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ പെണ്ണുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. ആ നിലക്ക് പിന്നെ എങ്ങനെ ഇൽമു ഇവിടെ ഇല്ലാതെയാകും എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഹാദിഹിൽ യഹൂദു വൻ നസാറ ഇൻദഹുമുൽ മസാഹിഫു, അവരുടെ കയ്യിലുണ്ടല്ലോ ഗ്രന്ഥങ്ങൾ, ജൂത ക്രിസ്ത്യാനികൾക്ക് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അവരുടെ അമ്പിയാക്കൾ അവർക്ക് കൊണ്ടുവന്നു കൊടുത്ത, അമ്പിയാക്കൾ കൊണ്ടുവന്ന ആ ദീനിന് ഒരു ഹർഫ് പോലെ അവരുടെ കയ്യിരിപ്പല്ല. അതെന്താണ്? അത് നിലനിർത്തേണ്ടുന്ന, അത് അതേ രൂപത്തിൽ പഠിച്ചെടുക്കുകയും പഠിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന പണ്ഡിതന്മാരില്ലാതെയായി പോയി. ഗ്രന്ഥങ്ങൾ ഉണ്ടായതുകൊണ്ടുണ്ടാവില്ല. എൽമില്ലാതെയാവാന്ന് പറഞ്ഞാൽ എൽമിന്റെ വാഹകർ ഇവിടെ നിന്ന് ഇല്ലാതെയായി തീരലാണ്. എൽമ ഇല്ലാതെയാവാന്ന് പറഞ്ഞാൽ, എൽമ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എൽമിനെ വഹിക്കുന്ന അതിന്റെ വാഹകരായ അലാവ ഇന്ന ദഹാബൽ എൽമി അൻ യദ്ഹബ ഹമലതുഹു, ആ എൽമിന്റെ ഹാമിലിയങ്ങൾ, അതിന്റെ വാഹകരായ ഉലമാ ഇവിടെ ഇല്ലാതെയാവലാണ് എൽമില്ലാതെയാവാന്ന് പറഞ്ഞാൽ. ഉലമാ നഷ്ടപ്പെടുമ്പോഴെല്ലാം എൽമ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി മറമാടിയതിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എൽമിന്റെ വലിയൊരു ഭാഗമാണ് ഇപ്പാ പോയത്. സയ്യിദ് ബിൻ സാബിത്ത് എന്നവരെ മറമാടിയതിന് ശേഷം അവർ പറയാണ്, ആരാണ് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ ആരാണ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്നവർ പറഞ്ഞാലൊക്കെ ആരാണ്? അവരൊക്കെ പറയുകയാണ് എൽമിന്റെ വലിയൊരു ഭാഗത പോയി. അപ്പൊ അങ്ങനെയാണ് എൽമു ഇവിടെ ഇല്ലാതെയായി തീരുന്നത്. അത് അള്ളാഹുവിന്റെ ഖളാഇന് യാതൊരു ഒഴിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഓരോരുത്തർക്കും നിശ്ചയിച്ച അജല് വരുമ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അല്ലാഹു തആല ഈ ദീനിനെ ഇവിടെ നിലനിർത്തുന്നത് ഉലമായിലൂടെയാണ് എന്നതാണ് വസ്തുത, ഗ്രന്ഥങ്ങളിലൂടെയല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നത് അബദ്ധവുമാണ്. ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ, സുന്നത്ത് ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ദീൻ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടായില്ല. ഖുർആൻ സുന്നത്ത് ഉണ്ടാവുന്നതോട് കൂടെ തന്നെ അതിനാർക്കും ഏത് തരത്തിലും ഉപയോഗപ്പെടുത്താൻ, ഖുർആനിന് ആരൊക്കെ ഏതൊക്കെ തരത്തിലൂടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? 3 വക്ത നമസ്കാരമുള്ളോ എന്ന് പറയുന്നവരും ഖുർആനാണ് പറയുക. അതേ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവതരിപ്പിച്ചു കൊടുത്ത ദീൻ അത് കൈമാറി അതുപോലെ അതുകൊണ്ട് അമൽ ചെയ്യുകയും അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചെടുക്കുകയും അത് അതേ രൂപത്തിൽ അടുത്ത തലമുറകൾക്ക് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉലമാ ഇവിടെ നിലനിൽക്കുമ്പോൾ ഉലമായിലൂടെ മാത്രമേ ദീൻ നിലനിൽക്കൂ. അഥവാ ദീനിന്റെ യഥാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പണ്ഡിതന്മാര് നിർബന്ധമാണ് എന്നത് ചുരുക്കം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും ഇവിടെ അനുവർത്തിച്ചു വന്നിട്ടുള്ള അല്ലാഹുവിന്റെ ഒരു ചര്യയാണത്. ദീൻ ഇവിടെ എപ്പോഴൊക്കെ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ അന്നൊക്കെയും അതിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന യോഗ്യരും വിശ്വസ്തരും നിഷ്കളങ്കരും ആയ വലിയ പണ്ഡിത പടുക്കല അല്ലാഹു തആല ഇവിടെ വാർത്തെടുക്കുകയാണ്, സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഏകദേശം ഹിജ്റ 100 തികയുന്ന 300ന്റെ ഇടയിലായിട്ടുള്ള കാലഘട്ടം, 100 അവസാനിക്കുന്ന അതുപോലെ 300ന്റെ ഇടയിലായിട്ടുള്ള കാലഘട്ടം വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു. ലോകത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിവിധ മേഖലകളിലെല്ലാം വളരെ പ്രഗത്ഭരും വളരെ പണ്ഡിതനും വളരെ പ്രധാനികളുമായ പണ്ഡിതന്മാര്, അതായത് പാണ്ഡിത്യത്തിന്റെ വലിയ വലിയ മഹാപർവ്വതങ്ങൾ തന്നെ ജീവിച്ച കാലഘട്ടമാണത്. എന്തുകൊണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ദീന് വളരെയേറെ വെല്ലുവിളി നേരിട്ടിരുന്നു.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ വളരെ വികലമായി തെറ്റിദ്ധരിപ്പിക്കാൻ, തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ പേരിൽ നുണ പറയുന്ന പല തരത്തിലുള്ള കള്ളന്മാര് രംഗത്ത് വന്നപ്പോ അവരെ വേർതിരിച്ചുകൊണ്ട്, അവരുടെ കള്ളത്തരങ്ങളെ പുറത്തു കാണിച്ചുകൊണ്ട് ശരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെയും അവിടുത്തെ സുന്നത്തിനെയും സംരക്ഷിക്കാനും കള്ളത്തരത്തെ കള്ളത്തരമായ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പറ്റം ആളുകൾ തയ്യാറാക്കി. അവരത് കർശനമായി തന്നെ അതിലിടപെടുകയും ചെയ്തു. വളരെ കർക്കശമായി തന്നെ അവർ ആ വിഷയത്തിൽ ഇടപെടുകയും കള്ളന്മാരെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് വളരെ ഏറെ പാഠം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആളുകൾ ഇവിടെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ കള്ളന്മാരായ ആ ആളുകളെ കള്ളത്തരം പുറത്തു കൊണ്ടുവരികയും യഥാർത്ഥം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാര്, അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അത്ഭുതമാണ്. ഒരു അസാധാരണമായ വിശേഷണങ്ങളും വൈഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ സൃഷ്ടിച്ചത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം സുഹരി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പോലും ഉസ്താദാണ്. ആ ഇമാം സുഹരി വലിയ മഹാനായിരുന്നു. ഇമാം സുഹരി തന്നെ പറയുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്റെ ചെവിയിൽ വല്ല കല്ല് പോലെയുള്ളത് വെക്കാറാണ് പതിവ്. ചെവിയിൽ വല്ല കല്ല് പോലെയുള്ളത് വെച്ചുകൊണ്ട് ചെവി അടക്കും. എന്തിന്? എനിക്ക് ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ വഴിയിലിറങ്ങി നടക്കുമ്പോൾ പലതും പല ഭാഗത്തും കേൾക്കേണ്ടി വരുമല്ലോ. എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെവിയിൽ കല്ല് വെക്കും. അതെന്താ? കേട്ടാലുള്ള കുഴപ്പം? കേട്ടാൽ ഞാൻ മറക്കില്ല. ഞാൻ എന്ത് കേട്ടാലും ഞാൻ മറക്കുക എന്നൊരു പണി എനിക്കില്ല. അപ്പൊ എനിക്ക് ആവശ്യമില്ലാത്തത് കേട്ട അതും എന്റെ ഓർമ്മയിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ എന്റെ ചെവിയിലൂടെ എനിക്ക് ആവശ്യമില്ലാത്ത കേൾക്കാതിരിക്കാൻ ചെവി അടച്ചുകൊണ്ടാണ് ഞാൻ നടക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം? ആ നിലക്കുള്ള മഹാന്മാരായ ആളുകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഹിഫ്ള് ചെയ്യാനും സംരക്ഷിക്കാനും അങ്ങോട്ട് പടക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഇമാം ഷാബി എന്നവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കറുത്ത മഷി കൊണ്ട് ഞാനൊരു കാര്യം എഴുതി വെച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാനൊന്നും രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ടില്ല. എന്നാലോ ഞാൻ എവിടെ നിന്ന് എന്ത് കേട്ടാലും ഒരു പ്രാവശ്യം കേട്ടാൽ രണ്ടാമതും അതൊന്ന് കേൾക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഒരു ഹദീസ്, ഇപ്പൊ ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ടാവും. അതിപ്പോ ഒരു പണ്ഡിതന്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോ ആ ഹദീസ് അദ്ദേഹം ഒന്നുകൂടി എന്താ അദ്ദേഹം പറഞ്ഞത് എന്ന് ഒരു അവ്യക്തതയുടെ പേരിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടത് മറന്നു പോകുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ടായതിന്റെ പേരിലോ മറ്റോ ഒക്കെയാണല്ലോ ഒന്നുകൂടി പറഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ച ഒരു അനുഭവം എനിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ അല്ലാഹു തആല അങ്ങോട്ട് പഠിച്ചുകൊണ്ട് ദീനിനെ സംരക്ഷിച്ചു പോന്നു. ഇത് ചരിത്രത്തിലുടനീളം നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഓരോ കാലഘട്ടത്തിലും യഹ്മിലു ഹാദ ദീന മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു എന്ന് പറഞ്ഞല്ലോ. ആ നിലക്കുള്ള ആളുകൾ അല്ലാഹു തആല അങ്ങോട്ട് നിശ്ചയിക്കുകയാണ്. അവിടെ കള്ളന്മാർ ഈ ദീനിന്റെ പേരിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ദീനിനെ വികലമാക്കാൻ ഒരു പറ്റം ഇവിടെ എന്നും ശ്രമിച്ചിട്ടുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അവരുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. റഅയ്ത ദീനൽ ഹുദാ ശഖ്സൻ വദാഅ റമാ ഫശഫൈതഹു ലംസതൻ കഫൈതഹു അർദാ ഫസാല അൻഹു അൽദി ഖദ് അമ്മഹു മർദാ ഫഖാമ യദ്ഊക ഹബ്ബൻ മുഹിയ്യദ്ദീൻ എന്ന് പറഞ്ഞത് ആ ഒരു വലിയ ചരിത്ര സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് വരികളാണത്. ബാത്തിനിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉടലെടുക്കുകയും ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രരാവാൻ, താന്തോന്നികളായി ഇഷ്ടം പോലെ ജീവിക്കാൻ, ദീനിന്റെ പേരിൽ നിലകൊള്ളാൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി തങ്ങളുടെ തോന്നിവാസങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വളരെ തന്ത്രപരമായി ദീനിന്റെ പേരിൽ നിലകൊണ്ട ഒരു വിഭാഗമാണ് ബാത്തിനിയത്ത്. ആ ബാത്തിനിയത്ത് എന്ന് പറയുന്ന ബാത്തിലിന്റെ ആളുകളെ വളരെ ശക്തമായി നേരിടുകയും വളരെ ശക്തമായി നേരിട്ടുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുകയും യഥാർത്ഥ ദീൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വലിയ സംഭവമാണ്. അദ്ദേഹത്തെ മഹാനവറുകളുടെ കറാമത്തുകളെ കൊണ്ടും എൽമ കൊണ്ടും കറാമത്ത് കൊണ്ടുമാണ് അവരെ നേരിട്ടത്. ഇങ്ങനെ തുടങ്ങി ഏത് കാലഘട്ടത്തിലും ദീനിനെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, വികലമാക്കുന്ന, അകത്തുനിന്നും പുറത്തുനിന്നും എന്ന് പറഞ്ഞാൽ ഒരു ദീനിനെ അകത്തുനിന്ന്
നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് എല്ലാ ആക്രമണങ്ങളെയും തടുത്തുകൊണ്ട് യഥാർത്ഥ ദീൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു തആല എന്നും ഈ ദീനിനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ കേരളക്കാരായ നാം വളരെയേറെ ഭാഗ്യവാന്മാരാണ്, വളരെയേറെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഈ നിലക്ക് ഈ ഒരു സ്വഭാവം, ഈ ഒരു സ്ഥിതി നിലനിർത്തി പോന്ന പണ്ഡിതന്മാർ, മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വളരെ മഹത്തുക്കളായ ഉലമാക്കൾ, ആ ഉലമാക്കൾ ആണ് നമുക്ക് നമ്മുടെ ദീനിനെ യാതൊരു കളങ്കവുമില്ലാതെ, യാതൊരു പോറലുമേൽക്കാതെ, അതിനെ കളങ്കപ്പെടുത്താനും വികലമാക്കാനും പോറലേൽപ്പിക്കാനും താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാനും പുറപ്പെട്ട സർവ്വ വഞ്ചകന്മാരെയും സർവ്വ കള്ളന്മാരെയും തടുത്തു നിർത്തിയും കൊണ്ട് യഥാർത്ഥം ദീനിന്റെ ശരിയായ മുഖം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനും, അവരുടെ ജീവിതവും നമ്മെപ്പോലെ മനുഷ്യന്മാർ തന്നെയാണ് അവർക്കും അവരുടേതായ കുടുംബപരമായ കാര്യങ്ങൾ അതേപോലെ തന്നെ കുടുംബപരമായ കാര്യങ്ങൾ, അതുപോലെ അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ. അതൊക്കെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി അവർ ജീവിച്ചു. അവരുടെ ആ ജീവിതം അള്ളാഹു തആല ഫലപ്രദമാക്കുകയും ചെയ്തു. അവരുടെ അധ്വാനം സമൂഹത്തിന് ശരിക്കും ഫലിക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്തായി നാം കണ്ടവരും അതിന്റെ മുൻപുള്ളവരുമായ ഉലമാക്കളൊക്കെയും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അവരുടെ ഇൽമിനെ, അവരുടെ സേവനത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ അവർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ, നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഈ അടുത്ത കാലത്തായി നാം ഒക്കെ കണ്ടനുഭവിച്ചവരാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് പോലെയുള്ള മഹാന്മാരായ ആളുകൾ. അവരുടെയൊക്കെ ജീവിതം എന്താണ്, അവരുടെ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇഖ്ലാസിന്റെ പ്രതീകങ്ങളാണ് അതൊക്കെ. ഒരു നിലക്കും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഭൗതികമായ യാതൊരു നേട്ടങ്ങളും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവരായിരുന്നു എന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളല്ല, നമുക്കൊക്കെ ഉള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സേവനങ്ങളെ ഫലം കാണിക്കുകയും ചെയ്തു. അവരുടെ സ്മരണയെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തുകയും ചെയ്തു. അതാണ് അതിന്റെ യഥാർത്ഥം. അവരുടെ സേവനം ഫലം കണ്ടു. അതായത് ദീനിന് സേവനം ചെയ്യുക എന്ന് പറയുന്നത് അത് ഉപകാരപ്രദമാവണമെങ്കിൽ അതിന്റെ മുഖ്യമായ ഷർത്താണ് ഇഖ്ലാസ്. ഇഖ്ലാസോടുകൂടി ചെയ്യുന്നത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കൂ, അത് മാത്രമേ ഫലം ചെയ്യൂ, അത് മാത്രമേ ഇവിടെ നിലനിൽക്കൂ. ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് അല്ലാഹു തആല അവിടെ നിലനിർത്തും. അത് വേണമെങ്കിൽ അത് വേണം, ഇഖ്ലാസ് വേണം. ഈ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം ഉണ്ടായപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്മരണ ഇവിടെ നിലനിർത്തുകയും ചെയ്തു. അതില്ലാതെ ഇവിടെ ആരൊക്കെ പ്രവർത്തിച്ചോ അതുകൊണ്ടൊക്കെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. ദീനിനെ ദുരുപയോഗം ചെയ്യാനും ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശത്രുക്കൾക്ക് വടി കൊടുക്കാനുമാണ് മാത്രമാണ് അത്തരക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തിട്ടുള്ളത്, ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതും നാം അപ്പുറത്ത് കാണണം. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദും അദ്ദേഹത്തിന്റെ ജീവിതം നാം നേരെ കണ്ടനുഭവിച്ചതാ. അതാരും നമുക്ക് ഓതിത്തരേണ്ട ആവശ്യമില്ല. ആരെങ്കിലൊക്കെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ കുറെ കഥകൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. ഈ സമൂഹം ഇവിടെ നേരെ കണ്ടനുഭവിച്ചതാ. ആരായിരുന്നു സൈനുൽ ഉലമ? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായുടെ കാലഘട്ടം, അതിന്റെ ശേഷം ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യരാണ്, അദ്ദേഹമാണ് അതിന് അർഹനെന്ന് ശംസുൽ ഉലമ തന്നെ അംഗീകരിച്ച ഒരു അനുഭവങ്ങളാണ് മഹാനായ ശൈഖുനായുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഒരു കൊല്ലം ഞാൻ ചെമ്മാട് ജോലി ചെയ്തിട്ടുണ്ട്, അക്കാദമിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, നമ്മളെ ദാറുൽ ഹുദയിൽ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുമായി അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ വഫാത്തിന്റെ അടുത്ത കാലഘട്ടം, അതായത് ഇപ്പോ ആദ്യമായി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഏകദേശം ആ ഒരു അടുത്ത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുത്തേക്ക് ഞാൻ ഇടയ്ക്കിടെ ചെല്ലാറുണ്ട്. ചെമ്മാട് നിൽക്കുമ്പോൾ തന്നെ ലീവുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോകും.
ചെന്നാൽ ആരാ ഞാനാന്ന് പറഞ്ഞാൽ എവിടുന്നാ ചെമ്മാടുന്നാ വരുന്നത്, ആ ചെമ്മാടുന്നാന്ന് പറഞ്ഞാൽ എന്താ സൈന്തി മേലേറെ വിവരം എന്നാണ് അപ്പൊ ചോദിക്കും. ചെമ്മാടുന്നാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ സാധാരണ ചെന്നാൽ വിവരങ്ങൾ ചോദിക്കുമല്ലോ, ഞാൻ ഇവിടുന്ന് വരുന്ന ചെമ്മാടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ ചോദിക്കുക എന്താ സൈന്തി മേലേറെ വിവരം എന്താണ്, സൈന്തി മേലേറെ അവിടെ ഉണ്ടോ, ഇങ്ങനെ തുടങ്ങി വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നാലും എന്താ മൂപ്പരുടെ വിവരം, മൂപ്പർ അവിടെ ഉണ്ടോ, ഉണ്ടാവാതിരിക്കുക, അങ്ങനൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതൊക്കെ മൂപ്പർ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത് ഒന്നിലധികം പ്രാവശ്യം എന്റെ അനുഭവമാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്നെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ തന്റെ സ്ഥാനത്തേക്ക് കണക്കാക്കി വന്നിരുന്നു എന്ന് നമുക്ക് അതൊക്കെ നൽകുന്ന സൂചനകളാണ്. വാസ്തവത്തിൽ അതൊരു യഥാർത്ഥം തന്നെയാണ്. മഹാനായ സൈനുൽ ഉലമയുടെ പാണ്ഡിത്യം, പ്രത്യേകിച്ച് ഫിഖ്ഹ് എന്ന് പറയുന്നത്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്, അത് വളരെ ഒരു പ്രയാസകരമായ ഒരു വിഷയം തന്നെയാണ്. സാധാരണ മറ്റ് വിഷയങ്ങളെ മനസ്സിലാക്കുന്ന എളുപ്പം ഫിഖ്ഹിനുണ്ടാവുകയില്ല. ഫിഖ്ഹ് എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതാകട്ടെ അതിന്റെ അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതിൽ നിന്ന് വരുന്നത് മാത്രമേ ഫിഖ്ഹ് ആവുകയുള്ളൂ. അതൊക്കെ ഫിഖ്ഹുമായി കൂടുതൽ ഇടപഴകുന്ന ആളുകൾക്കറിയാം. ഇതിൽ വളരെ ആഴത്തിലിറങ്ങി അവഗാഹം നേടിയ കാലുറച്ച ഒരു മഹാപണ്ഡിതനാണ്, ഒരു അതുല്യനായ പ്രതിഭയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ. മഹാനവറുകളുടെ ഫത്വകൾ പല നിലക്കും പലപ്പോഴും ചില ആളുകൾ അവരുടെ അല്പത്വം കൊണ്ട് മഹാനവറുകളുടെ ഫത്വകളെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാനും ധൈര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം അവർക്കൊക്കെ പത്തിവടക്കേണ്ടി വന്നു. എന്നല്ല ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ പോലെ അവർ നൽകിയ ഫത്വകളെ പോലെ അവരുടെ ആളുകൾക്ക് ഫത്വ കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? പാണ്ഡിത്യത്തിന്റെ ഒരു പവറാണത്. അതായത് ഒരു വിഷയം ഉണ്ടാവുകയാണ്. ആ വിഷയം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്താണ് അതിന്റെ നിയമം, എങ്ങനെ വരണം എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഫിഖ്ഹിൽ ശരിക്കും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ശരിക്കും വിരകിയ, നല്ലവണ്ണം അവഗാഹം നേടിയ, നല്ല പരിചയ സമ്പത്തുള്ള, അതേപോലെ അടിസ്ഥാന തത്വങ്ങളിലും ഉസൂലിലും നല്ലവണ്ണം കഴിവുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. അതാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫത്വയെ പലപ്പോഴും ചില ആളുകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി, കാരണം ചോദ്യം ചെയ്യലും, പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യലും, ഉസ്താദുമാരെ പരിഹസിക്കലും അവരെ ചോദ്യം ചെയ്യലുമാണ് ആ വിഭാഗത്തിന്റെ ആകെ ജോലി. അതിന് വേണ്ടിയാണ് അവരുണ്ടായത്. ഉസ്താദുമാരെ ചോദ്യം ചെയ്യാൻ, ഉസ്താദുമാരെ സ്വന്തം ഗുരുനാഥന്മാരെ തള്ളിപ്പറയാനും, അവരുടെ വാക്കിലും പ്രവർത്തികളിലും കുറ്റമുണ്ടാക്കി കണ്ടെത്തിയും കൊണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് അത് പെരുപ്പിച്ചു കാണിച്ച് അതിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും വേണ്ടിയാണ് ആ വിഭാഗം ജന്മമെടുത്തത് തന്നെ. അവർ ജനിച്ചത് ഉണ്ടായത് തന്നെ അതിന് വേണ്ടിയാണ്. അതിന് വേണ്ടി മാത്രമാണ് അവർ നിലകൊണ്ടതും. അതില്ലെങ്കിൽ പിന്നെ അവരില്ല. അത് അവരുടെ അഡ്രസ്സാണ്, അത് അവരുടെ അസ്തിത്വമാണ്. അതില്ലെങ്കിൽ പിന്നെ അവരില്ല. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? അവരവർക്ക് ജോലി വേണം, അവരവർക്ക് ഞങ്ങൾ ഇവിടെ എന്തെന്നുണ്ടാക്കണം, വരുത്തണം. അതിന് വേണ്ടി എന്ത് ചെയ്തു? വളരെ മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടെത്തിച്ചു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് വളരെ ഗഹനമേറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കി വേണം കൈകാര്യം ചെയ്യാൻ എന്ന തിരിച്ചറിവോടുകൂടി, തന്റെ ഇടത്തോടുകൂടി പെരുമാറേണ്ടതിന് പകരം മഹാനായ സൈനുൽ ഉലമയെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും വേണ്ടി എന്ത് ചെയ്തു? രംഗത്ത് വന്നു. അവസാനം എന്തുണ്ടായി? അവർക്ക് പത്തി മടക്കേണ്ടി വന്നു. വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ പറയുന്ന കളികളൊന്നും നടക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെന്ത് ചെയ്തു? അവർക്കും അതുപോലെയുള്ള ഫത്വകൾ കൊടുക്കേണ്ടി വരികയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ അനുകരിച്ചുകൊണ്ട് അതുപോലെ ഫത്വ കൊടുക്കേണ്ട ഘട്ടങ്ങൾ അവരിലെ വലിയ വലിയ പണ്ഡിതന്മാരായി ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ അതുപോലെ ഫത്വ കൊടുക്കേണ്ടെന്ന കാഴ്ച പിന്നീട് സമൂഹം കാണുകയാണ്. അതന്നെയാണ് പറയുന്നത്, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിനു വേണ്ടി തൗഫീഖ് നൽകിയ ആളുകളാണ്. അവരുടെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അപ്പോ അവർക്ക് അള്ളാഹുവിന്റെ ഇഖ്ലാസിനനുസരിച്ച് അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകി. അവരുടെ ഇൽമു കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടുകയുമാണ്. എന്നല്ലാതെ അത് പുറമേ കാണുന്ന ജാടകളെ കൊണ്ടും അല്ലെങ്കിൽ പുറമേ കാണുന്ന അഭിനയങ്ങളെ കൊണ്ടൊന്നും അത് സാധ്യമല്ല എന്നത് നമ്മുടെ ആളുകൾ വളരെ കൃത്യമായി നമ്മുടെ കേരളത്തിലെ സമൂഹം ശരിക്കും മനസ്സിലാക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ ചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ നമുക്കറിയാം, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി പല വിഷയങ്ങളും ചോദിക്കാനും മനസ്സിലാക്കാനും തീർപ്പ് കൽപ്പിക്കാനും മഹാനവറുകളെ തേടിയും കൊണ്ട് ദാറുലുദായിലും മറ്റും വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ പല പാർട്ടികളും വരും. ഇവർക്കൊക്കെ അല്ലാഹുവിന്റെ ദീന് പറഞ്ഞുകൊണ്ടിരിക്കും, നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ, ഫിഖ്ഹ് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഒരു പാർട്ടി വന്നുകൊണ്ട് അവർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കെയാണ് മഹാനവറുകൾക്ക് സുഖമില്ലാതെയാകുന്നത്.
അങ്ങനെയാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ആ ഒരു സേവനത്തിലായും കൊണ്ട് തന്നെ ആ ജീവിതം നിലനിൽക്കുകയും ആ സേവനത്തിലായും കൊണ്ട് തന്നെ അല്ലാഹു തആല അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇഖ്ലാസിന്റെ ഒരു ശരിയായ രൂപം നമ്മൾ അവിടെ കാണും. ഇഖ്ലാസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അന്ത്യം അല്ലാഹു കൊടുക്കുവോ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായും കൊണ്ട് അള്ളാഹു തആല അങ്ങോട്ട് കൊണ്ടുപോവാൻ ഒരു വലിയ സംഭവമല്ലേ അത്. ഒരു മനുഷ്യന്റെ അന്ത്യം എങ്ങനെ സംഭവിക്കുന്നോ ആ രൂപത്തിലാണ് ആ മനുഷ്യൻ പിന്നെ യാത്രയാക്കപ്പെടുക. ദിവസത്ത് അങ്ങനെ ഉണ്ടാവും. ഏത് രൂപത്തിലാണോ അന്ത്യം ഉണ്ടാകുന്നത് ആ രൂപത്തിലായും കൊണ്ട് യാത്രയാക്കപ്പെടും എന്നാണല്ലോ ഹദീസിലുള്ളത്. മഹാനവറുകൾ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അതിനുവേണ്ടി ജീവിച്ചു, മുഅല്ലിമായി കൊണ്ട് ജീവിച്ചു. ആ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലായും കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തെ അങ്ങോട്ട് മറ്റൊരു ഗതിയിലേക്ക് മാറ്റുകയും അങ്ങനെ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഭാഗ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇഖ്ലാസാണ് അതിന്റെ കാരണം. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ചരിത്രമൊക്കെ വളരെ രസമാണ്. ഒരിക്കൽ നമ്മളെ കേസി ഉണ്ടല്ലോ, ദാറുൽ കേസി ബാക്കവി, മുഹമ്മദ് ബാക്കവി, അദ്ദേഹം ഇവിടെ ഗൾഫിലേക്ക് വന്നപ്പോ എന്നോട് നേരെ പറയാണ്, ഫറൂഖിൽ നിന്നൊരു പാർട്ടി വന്നു. ഫറൂഖ് അവിടെ ഒരു കുടുംബം വളരെ വളരെ സമ്പന്നരാണ്, ധാരാളം ഭൂമിയുള്ള സ്വത്തുള്ള ഒരു വിഭാഗമാണ്, അവർ കുടുംബമാണ്. പക്ഷെ അവർ ജമാഅത്തേരാണ്. അവരുടെ സ്വത്ത് വിഹിതം വെക്കുന്ന ഒരു വിഷയം അവരുടെ ഇടയിലുണ്ടായി. പക്ഷെ അവർ ജമാഅത്തേരാണല്ലോ. അപ്പൊ അവരാദ്യം ജമാഅത്തിന്റെ അമീറിന്റെ അടുത്തേക്ക് പോയി, ഈ സ്വത്തൊന്ന് വീതിച്ച് കിട്ടാൻ വേണ്ടി. ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ര എളുപ്പമുള്ള പണിയല്ല. ഫിഖിലാകട്ടെ ഈ ഫറായിദ് അനന്തരാവകാശ നിയമങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടിയാണ്. അതവന് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതത്ര എളുപ്പമൊന്നല്ല, ഒരുവിധം ഒന്നും നടക്കുന്ന പണിയല്ല അത്. അതുകൊണ്ട് തന്നെ അവര് അമീറിന്റെ അടുത്ത് ചെന്നു. അമീർ ഇവരുടെ സ്വത്തും അവരുടെ അവകാശികളുടെ പേരും നമ്പറും ഒക്കെ എഴുതി വാങ്ങി അങ്ങനെ ദിവസങ്ങളിലെ പഠനം നടത്തിയിട്ട് ഇവർക്ക് ഒരു മറുപടി കൊടുത്തു. മറുപടി പ്രകാരം കുറെ ആളുകൾക്കൊക്കെ കുറെയൊക്കെ കിട്ടി, മറ്റു ചിലർക്ക് കിട്ടിയില്ല. അപ്പൊ അവരുടെ ഇടയിൽ അതൊരു തർക്കമായി. ചില കിട്ടാത്തവർ സമ്മതിച്ചില്ല. അവർക്കിപ്പോ എവിടുന്നൊരു കേട്ടൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, അമീറിന് പരിചയമില്ലെങ്കിലും. അവസാനം പിന്നെ അവര് ഈ വിഷയം കൊണ്ട് ഇവരുടെ മറ്റൊരു അമീറിന്റെ അടുത്തേക്ക്, പഴയ ഒരു അമീറിന്റെ അടുത്തേക്ക് ചെന്നു. പുതിയ അമീറിന്റെ മറുപടി പോരാതെ പഴയ അമീറിന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങനെ പഴയ അമീർ ഈ ആളുകളുടെ പേരും നമ്പറും ഒക്കെ മേടിച്ചു കുറച്ച് ദിവസങ്ങളൊക്കെ പഠനം നടത്തിയതിന്റെ ശേഷം പിന്നെ അമീർ രണ്ടാമത് ചെന്ന അമീർ എന്ത് ചെയ്തു? വേറൊരു ഫത്വ കൊടുത്തു. ആ ഫത്വ നോക്കുമ്പോഴോ ആദ്യം കിട്ടിയ ചില ആൾക്കാർക്ക് ഇപ്പൊ കിട്ടണില്ല, മുന്നേ കിട്ടാത്തവർക്ക് ഇപ്പൊ കിട്ടി. അപ്പൊ അതിലേറെ കുഴപ്പമായി, ആകെ കുഴപ്പമായി. അങ്ങനെ ഇത് ഇവിടുന്ന് നടക്കുന്ന പണിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു? ആ മഹല്ല് കമ്മിറ്റിനായിട്ട് ബന്ധപ്പെട്ടു. മഹല്ല് കമ്മിറ്റിക്കാരോട് ചെന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിനെന്തൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ വിഷയം ഉണ്ടായാലും ഞങ്ങൾ സമസ്തയിലേക്ക് എഴുതി ചോദിക്കലാണ്, സമസ്തയിൽ പോയി ചോദിക്കലാണ്, ചെറുശ്ശേരി ഉസ്താദിനോട് പോയി അന്വേഷിക്കലാണ്. അത് ആണ് ഞങ്ങളുടെ പതിവ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചാല് മൂപ്പരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ പറഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ആ ഞൊണ്ടി ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് മൂപ്പരടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതിന് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചോളാം, ആയിക്കോട്ടെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിക്ക് വാക്ക് കൊടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ചെമ്മാട് ചെന്നു. അപ്പൊ ഇവരിത് പല അനുഭവമാണല്ലോ ഇത്. അമീർമാരടുത്തൊക്കെ ചെന്നിട്ട് ഇവര് എഴുതി വാങ്ങി വെച്ചിട്ട് ദിവസങ്ങൾ പഠിച്ചതിന്റെ ശേഷമാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത്. മറുപടി കൊടുത്തതിന്റെ കോലാണ് ഇപ്പൊ ഈ കേട്ടത്. അങ്ങനെ ചെറുശ്ശേരി ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ഇവരൊക്കെ കൂടി റൂമിൽ ചെന്ന് ഇവരുടെ വിഷയം പറഞ്ഞപ്പോ ചോദിച്ചറിഞ്ഞ് എത്ര ഞങ്ങള് സ്വത്ത്, എത്ര ഭൂമി, എത്ര ഉണ്ട്, അപ്പൊ ആരൊക്കെ അവകാശികൾ ഇത്ര ആളുകളുണ്ട് ഒക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാം ചോദിച്ചറിഞ്ഞപ്പോ ഇന്നാൾക്ക് ഇത്ര ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കുള്ള വിഹിതമാണ് പറഞ്ഞു കൊടുത്തു. അവിടെ ഇരുത്തിയിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വിഷയമല്ല അവിടെ, അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിൽ ഇവരാകെ അത്ഭുതപ്പെട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുൻ നോക്കുകയാണ്. പടച്ചതമ്പുരാനെ, അമീർ ദിവസങ്ങൾ മാസങ്ങൾ എഴുതി വെച്ചിട്ടാണ് നമുക്ക് ഈ മറുപടി തന്നത്. ഇവിടെ വന്ന് ചോദിക്കുമ്പോഴേക്ക് ഇത് എത്ര എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുൻ നോക്കി. ഇവരെ അത്ഭുതപ്പെടും. ഒരിക്കലും ഇപ്പൊ ഒരു മറുപടി കിട്ടുന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അവര് പിന്നെ അവസാനം അത്ഭുതത്തോടുകൂടെ ഒന്നും പറയാനും വയ്യല്ലോ. അവസാനം അവര് പറഞ്ഞു, എന്നാ ഇതൊന്നും കൊണ്ട് എഴുതി തരാ. ആ മറുപടി അവർക്കിത് കേട്ട ഓർമ്മക്കില്ലല്ലോ. ഇതൊന്നും ഇങ്ങോട്ട് എഴുതി തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മൂപ്പര് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് മൂപ്പര ശൈലിയിൽ എഴുതി തരാ. ഇവ ചോദിക്കല്ലേ, ഇത് ചോദിച്ചാലേ മറുപടി പറഞ്ഞു. ഞാൻ ചോദ്യം എഴുതിക്കൊണ്ട അപ്പൊ എഴുതി തരും.
മൂപ്പരുടെ ശൈലി അങ്ങനെയാണല്ലോ, അതെന്റെ മറുപടിയാ. എഴുത്തല്ലേ ഇപ്പൊ ചോദിക്കില്ലേ, ചോദിച്ചല്ലേ മറുപടി പറഞ്ഞു. അപ്പൊ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. ഇനി നിനക്ക് എഴുതി തരണോ, എന്നെ ചോദ്യം എഴുതിക്കൊണ്ടാണ്. അങ്ങനെ അവർ ചോദ്യം എഴുതി കൊടുത്തു. അപ്പൊ അതേപോലെ എന്താക്കി അതിന് മറുപടി. ഇതാണ് മഹാനായ ഷേഖുന. അത് ആ ഫിഖ്ഹിന്റെ അതായത് ഇത്രയും പ്രയാസപ്പെട്ട ഒരു വിഷയമാണ് ഈ ഫറായിദ്. ആ ഫറായിദിന്റെ ഒരു വലിയ പലരും പ്രയാസപ്പെട്ട ഒരു വിഷയം പോലും ബഹുമാനപ്പെട്ട ജർഷേരി സാറിന് മുന്നിലെത്തിയപ്പോൾ അതൊരു വിഷയമേ അല്ല. ഇത് നമ്മൾ അനുഭവിച്ചതാണ്. ഇതാണ് നമ്മൾ അനുഭവിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ നേതാവ്. ഇതാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ മഹാഭാഗ്യമാണ്. ഇത് പാണ്ഡിത്യം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു അത്യുന്നത പദവിയിൽ നിൽക്കുന്ന ഒരു മഹാപണ്ഡിതൻ, ആ മഹാപണ്ഡിതനായിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു സമൂഹത്തിന്റെ നേതാവ് ആയിരിക്കുന്ന മനുഷ്യൻ സാധാരണക്കാരനെ പോലെ അങ്ങാടിയിൽ പോയി തന്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങി ആ കീസയും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനും കാണുന്നു. ഒരു വലിയ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടിയ ഒരു മഹാ അത്ഭുതമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ മാത്രമല്ല, കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ചും ശംസുൽ ഉലമയെ സംബന്ധിച്ച് പോലും ഇതുപോലെ കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അങ്ങാടിയിൽ പോയി തന്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങിയിട്ട് ആ കൊടയുടെ വളഞ്ഞ പിടുത്തത്തിന്മേൽ തൂക്കിയിട്ടും കൊണ്ട് ശംസുൽ ഉലമ നടന്നു പോകുന്ന ഘട്ടം കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെയാണ് മഹാന്മാരായ നമ്മുടെ നേതൃത്വം. അവരുടെ പാണ്ഡിത്യം ഒരു ഭാഗത്തും ഇത്ര വലിയ ഒരു സ്ഥാനത്ത് അല്ലാഹു ഇരുത്തിയത് ഇവരെ അഹങ്കരിക്കാനും നെഞ്ചു വിരുത്തി നടക്കാനും, അല്ലെങ്കിൽ ഇദാ മശത്തു ഉമ്മത്തി അൽ മുത്തൈത്ത എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ട്. എന്റെ ഉമ്മത്ത് അഹങ്കരിച്ച് നടക്കുന്ന, നെഞ്ചു വിരിച്ച് നടക്കുന്ന ഒരു സമൂഹമായി മാറിയാൽ, ഇതാണ് ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളിൽ നാം കാണുന്നത്. ഇതും ഇങ്ങോട്ട് ചേർത്തി വായിച്ചാൽ ഏതാണ് പണ്ഡിതൻ, ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ പണ്ഡിതൻ, തന്റെ ഇൽമ് ആർക്കാണ് ആദ്യമായി ഉപകാരപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിനൊക്കെ തിരിച്ചറിയാൻ കഴിയും. വിനയത്തിന്റെ പ്രതീകമായി നമുക്കിടയിൽ ജീവിച്ചു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വജഅലനി മുബാറക്കൻ, എന്നെ അല്ലാഹു തആല ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് ഈസാ അലൈഹി സ്വലാം പറഞ്ഞു. എന്താണ് വജഅലനി മുബാറക്കൻ? ജഅലനി മുബാറക്കൻ എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ബറക്കത്തുള്ളതായി തീരാം. അതായത് തന്റെ ഓരോ പ്രവർത്തിയും, അവരെവിടെയാണെങ്കിലും, അവർ ഏത് മേഖലകളിലാണെങ്കിലും, ഏത് സമയത്താണെങ്കിലും, ജീവിതത്തിന്റെ ഏത് മുഖങ്ങൾ അവർ പ്രതിനിധീകരിച്ചാലും, ഏത് ഘട്ടങ്ങളിലും അവരിൽ നിന്ന് ജനങ്ങൾക്ക് പഠിക്കാനുണ്ട്. മുഅല്ലിമൻ ലിന്നാസിൽ ഖൈറാനാണ്. ജഅലനി മുബാറക് എന്ന് പറഞ്ഞാൽ വജഅലനി മുബാറകൻ എന്ന് പറഞ്ഞാൽ മുഅല്ലിമൻ ലിന്നാസിൽ ഖൈറ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് അദ്ദേഹം സ്റ്റേജിന്മേലാണെങ്കിലും, പ്രസംഗിക്കുകയാണെങ്കിലും, ക്ലാസ് എടുക്കുകയാണെങ്കിലും, സാധാരണ നടന്നു പോവുകയാണെങ്കിലും, സാധാരണ ജീവിതത്തിലാണെങ്കിലും അതൊക്കെ പഠിക്കാനുള്ളതാണ്. ഒരു പണ്ഡിതൻ ആരാണ്? വിനയമുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ജഅലനി മുബാറകൻ സുബ്ഹാന അസരിച്ചിട്ടില്ലേ, ജഅലനി മുബാറകൻ ഐനമാ കുൻതു, അല്ലെ, ഐനമാ കുൻതു, എവിടെയാണെങ്കിലും, ഏത് ഘട്ടങ്ങളിലും, ഏത് അവസ്ഥകളിലും അവരിൽ നിന്ന് ജനങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അത് അവർ ഒരു ഭാഗത്ത് ഇരുന്നാലും ആ ഇരുത്തത്തിലുണ്ടാവും ആ ഒരു പഠനം. അവരൊരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിലും അതിലും കാണും വിനയം. അത് തന്നെ കുറിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു സാധാരണ വിനയത്തെ ശരിക്കും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇരുത്തം, നെഞ്ചി വിരിച്ചും കൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന രൂപം അവരിൽ നമ്മൾ കാണുന്നില്ല. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇതാണ് നമ്മുടെ നേതാക്കൾ, ഇതാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ. ആ സൈനുൽ ഉലമയെ നമ്മൾ കണ്ടനുഭവിച്ചവരെ, അവരെ സംബന്ധിച്ച് നമുക്ക് ആരും ഇവിടെ ഓടിത്തരണ്ട, ആരും ഇവിടെ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയേണ്ടതില്ല. വളരെ തന്ത്രപരമായി, വളരെ സമർത്ഥമായി മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉലമാവിന്റെ വഫാത്ത് സംഭവിക്കുന്നതോടുകൂടി അവർ മഹാന്മാരായിരുന്നു, സമൂഹത്തിന്റെ മനസ്സിൽ അവർ എത്രമാത്രം സ്ഥാനം പിടിച്ചവരായിരുന്നു എന്ന് അവരുടെ വഫാത്തോടുകൂടി പ്രത്യേകമായി നേരിട്ട്
നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുമ്പോ ഇനി അവരെ കൂടെ കൂട്ടലും അവരെ കൂട്ടിപ്പിടിക്കലുമല്ലാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല, വകയില്ല എന്ന് തിരിച്ചറിയുന്ന ചില കള്ളന്മാർ അവരെ തങ്ങളുടെ ആളാക്കി മാറ്റുകയും അവരൊക്കെ തങ്ങളുടെ പാളയത്തിലേക്ക് വന്നവരായിരുന്നു, തങ്ങൾ അംഗീകരിച്ചവരായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ നീചമായ വൃത്തികെട്ട ഒരു കഴുതകൾ എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ പറഞ്ഞല്ലോ, അതിനേക്കാൾ വൃത്തികെട്ട ഒരു സമൂഹം അതും നമ്മളിവിടെ കാണാൻ. നമ്മളിത് പറയേണ്ടി വരുന്നത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. സൈനുൽ ഉലമ ആരാണെന്ന് നമുക്ക് ഇവരാരും പറഞ്ഞു തരേണ്ടതില്ല. എവിടെ നിന്നൊക്കെയോ ചില കെട്ടുകഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെയോ സംബന്ധിച്ച് പറഞ്ഞ കഥകൾ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമന്റെ പേരിലും ശംസുൽ ഉലമന്റെ പേരിലും കെട്ടിവെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഇത്തരം ഒഴുക്കോടുകൂടി കളവ് പറയാൻ മാത്രം പഠിപ്പിച്ചു വിടുന്ന ഒരു വർഗം, അതിനുവേണ്ടി ഒരു നേതാവും അതിനുവേണ്ടി ഒരു സ്ഥാപനം, അതിനുവേണ്ടി ബിരുദാനന്തര ബിരുദം കൊടുക്കാൻ ചില നേതാക്കന്മാരും. ഇതുവരെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഏറിപ്പോകും. സൈനുൽ ഉലമയെ സംബന്ധിച്ച് പറയാണല്ലോ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സംബന്ധിച്ച് പറയാൻ 5000 രൂപ വാങ്ങിയിട്ട് ഫത്വ കൊടുത്തു. ആരാ ഇത് പറയണത്? കോടികൾ വാങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞു നടന്ന വർഗം, തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ട് കോടികൾ പറ്റിച്ചുകൊണ്ട് അതിന് അഡ്രസ് ഇല്ലാതെ അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഇങ്ങനെ പല പേരിലും കോടികൾ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോക്കറ്റടിച്ചുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന തട്ടിപ്പന്മാര്, കൊള്ളക്കാര്, വെറും കൊള്ളക്കാര്. ഈ കൊള്ളക്കാരാണ് ഇവരുടെ നേതാക്കന്മാര്. ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർക്ക് നേരെ കുതിര കയറിയെങ്കിലേ, അവരെ തരം താഴ്ത്തിയെങ്കിലേ, അവരെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലേ ഇവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അതിനു വേണ്ടി മഹാന്മാരായ ഉലമാവിന്റെ പേരിൽ, അതുപോലെ ആദ്യത്തെ സംഭവമൊന്നല്ല, മഹാന്മാരായ ഉലമാവ് മുഖ്ലിസീങ്ങളായ ഉലമാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ തരം താഴ്ത്തുകയും അവരെ സമൂഹത്തിൽ താറടിക്കുകയും ചെയ്തെങ്കിലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് എന്നും കള്ളന്മാരോട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം ഒരു പ്രവർത്തനം അവരോട് എന്നും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് മഹാന്മാരായ ഉലമാവിനെ താറടിക്കുന്ന ഒരു സമൂഹം, ഒരു സ്വഭാവം കള്ളന്മാർ എന്നിവിടെ നിലനിർത്തി പോകുന്നതാണ്. മഹാനായ ഇമാം സുഹൂരിയെ സംബന്ധിച്ച് പോലും പറഞ്ഞിട്ടില്ലേ? ഇമാം സുഹൂരി ആരാണ്? ഇമാം സുഹൂരിയെ സംബന്ധിച്ച് ആക്ഷേപിക്കണം. എന്തുകൊണ്ട്? സുഹൂരിയെ താറടിച്ചെങ്കിലേ ഇവരുടെ വാദങ്ങൾക്കും ഇവർക്കിവിടെ നിലനിൽപ്പുള്ളൂ. അത്തരക്കാരായ അതിന്റെ പിൻഗാമികളായ കൊള്ളക്കാര് സമൂഹത്തെ കൊള്ളയടിക്കുന്ന തനിച്ച വൃത്തികെട്ട ഒരു വിഭാഗം മഹാന്മാരായ പണ്ഡിതന്മാരെയും ഉലമാരെയും തള്ളിപ്പറയുന്ന, വാസ്തവത്തിൽ ഇവനൊക്കെ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണോ? ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ശംസുൽ ഉലമന്റെ പേരിൽ ആരോപിക്കാൻ, എന്നിട്ട് അത് ആരോ ആരോപിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു എന്നാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണെന്നാണ് ഇവൻ പറയണത്. എങ്ങനെയുണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഫത്വയെ സംബന്ധിച്ച് ഒരു അവിശ്വസനീയമായ ഒരു കഥ ഉണ്ടാക്കുക. ആ കഥ എന്നിട്ട് ആര് പറഞ്ഞു? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ആരോപിച്ചു എന്ന് വേറൊരു കള്ളം പറയാൻ. ഇത് ആർക്കാണ് വടിവെച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയാൽ ഇത് നാളെ വഹാബികൾക്ക് ശരിക്കും അങ്ങാടിയിൽ ക്ലിപ്പിടാം. വഹാബികൾക്ക് നടക്കാണ്ടില്ല. സമസ്തനെ സംബന്ധിച്ച് സമസ്തന്റെ സെക്രട്ടറിയെ സംബന്ധിച്ച് സമസ്തന്റെ സെക്രട്ടറി പറയണേ സമസ്തക്കാരുടെ സ്ഥിതി ഇതാണെന്ന് എന്തായി? വഹാബികൾക്ക് ഒരു വഴി കൊടുത്തു എന്നതിൽ കവിഞ്ഞതിൽ വല്ലതുണ്ടോ? വാസ്തുതയായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ട്? ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ വായ തുറന്നാൽ അത് ദീനിന്റെ ശത്രുക്കൾക്കല്ലാതെ ആർക്കാ ഉപകാരപ്പെട്ടിട്ടുള്ളത്? ഈ നിലക്ക് മഹാന്മാരെ ഉലമാവിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇവരെത്ര ഇവിടെ സമൂഹത്തെ പിഴപ്പിച്ചു, ഇവരെത്രയും സമൂഹത്തെ നശിപ്പിച്ചു. ഇനി ഇവർക്ക് ഇത് നിർത്താനായിട്ടില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞ ഒരു കള്ളനെ നേതാവാക്കി നടക്കുന്നവരോട് നാം പറഞ്ഞാൽ ചിലപ്പോൾ ഏറിപ്പോകും. നാം അതിന് കൂടുതൽ പറയാതിരിക്കുന്നതാണ്. അതെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നാ ഇത് വെക്ക്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എ പിന്നെ മടിയിലിരുത്തി വളർത്തിയതുപോലെയാണ് പോന്റെ വർത്താനം കേട്ടാൽ, അല്ലേ?
ആ നിലക്ക് ഈ വിഭാഗത്തെ പിന്തുണക്കുന്നവരും ശംസുൽ ഉലമയെ ഈ നിലക്ക് അവമതിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നോ പറയേണ്ടിയിരുന്നല്ലോ. വാസ്തവത്തിൽ ആ സംസാരം കേട്ടപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സംസാരം കേട്ടാൽ ഇത് വളരെ തന്ത്രപരമായി വളരെ ആസൂത്രിതമായി മഹാനായ ശംസുൽ ഉലമയെയും മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെയും താറടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു പ്രസംഗം ഒരുത്തം നടത്തിയിട്ടുള്ളത്. കാരണം എന്താ, ഇവൻ പറഞ്ഞു വരുന്നത് എന്താണ്, ചെറുശ്ശേരി ഉസ്താദ് ഒന്നും അല്ലാതാക്കുക. ചെറുശ്ശേരി ഉസ്താദ് അവൻ പറയണമെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് ഒന്നുമല്ല. കാരണം ഹക്ക് ആരെ കൂടെയാണ്? ഏപ്പന്റെ കൂടെയാണ് ഹക്ക്. ഏപ്പൻ പറയുന്നതാണ് ഹക്ക്. എന്നിട്ടോ പിന്നെ ഞാനോ എന്റെ കുടുംബപരമായ കാര്യങ്ങളെ കൊണ്ട് സംസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ചെറുശ്ശേരി ഉസ്താദിന്റെ ഹക്ക് ഇപ്പൊ എന്തായിപ്പോയി? ഇവൻ ശരിക്കും ചെറുശ്ശേരി ഉസ്താദിന്റെ ആളായി അവതരിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും നമ്മുടെ പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ താറടിക്കാൻ വളരെ തന്ത്രപരമായ വളരെ ഹീനമായ വൃത്തികെട്ട ഒരു സ്വഭാവമാണ്, ഒരു പ്രവൃത്തിയാണ്. അതിനാരൊക്കെയോ അവന് കൈമടക്ക് കൊടുത്തു, ആരൊക്കെയോ അതിനു വേണ്ടി അവനെ നിശ്ചയിച്ചു. അതിന് വസ്തുതയുമായി യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞ ആളുകളാണ് ശംസുൽ ഉലമയും മഹാനായ ചെറുശ്ശേരി ഉസ്താദും. അവരൊക്കെ ദുനിയാവിന് വേണ്ടി നടക്കുകയാണെങ്കിൽ, അവർക്കൊക്കെ അവിടെ പറക്കാമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു രംഗത്ത് പോലും അവരാരും ഇങ്ങനെ ആരപ്പതൊക്കെ പറയണത്? പൊന്മളക്കാരന്റെയും ഇപ്പോഴത്തെ റയീസുൽ ഉലമന്റെയും ഫത്വകളൊക്കെ അറിയാത്തവരൊന്നല്ല ഇവിടെ ആരും. പല അനുഭവങ്ങളും പലർക്കും വിളിച്ചു പറയാനുണ്ടായിരിക്കും. അതൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് ആരോഗ്യകരം. അത് നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏതെങ്കിലും ആവട്ടെ, മഹാന്മാരായ നമ്മുടെ ഉലമാവ് അവരിങ്ങോട്ട് വഫാത്താവുന്നതോടുകൂടി പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഇവരുടെ ആളുകളായി മാറി. അതായത് ഇവരുടെ ആളുകളെ പറഞ്ഞാൽ ഏതായാലും സമൂഹം സ്വീകരിക്കില്ല എന്ന് അവർക്കറിയാം. പിന്നെന്താണ്, സമൂഹം അംഗീകരിക്കുന്നവർ ഈ മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. അപ്പൊ പിന്നെ ഏതെങ്കിലും അവരംഗീകരിക്കാതെ തള്ളിപ്പറഞ്ഞ സമൂഹം തള്ളുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം വഫാത്തോടു കൂടെ കൃത്യമായിട്ടാണ് ബോധ്യപ്പെടുമ്പോ എന്നാ പിന്നെ അവരൊക്കെ അവരാൾക്കാരും ഉണ്ടാവുകയാണ്. ഇതാണ് നിഫാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഗത്തിന്റെ ഫിത്നകളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദ് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ നമ്മുടെ മഹാന്മാരായ ഉലമാവ് പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ സേവനങ്ങളെ കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ ആഖിറത്തിലെ ദറജാത്തുകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സേവനങ്ങൾ നാളെ മീസാനുൽ ഹസനാത്തിൽ ഏറെ ഭാരമുള്ള അമലാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ശേഷം നമ്മൾക്ക് വളരെ പക്വയും ആത്മാർത്ഥതയും ഉള്ള ഒരു വലിയ പാണ്ഡിത്യത്തിന് നേതൃത്വം അല്ലാഹു നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനയും നമ്മുടെ സ്ഥാപനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ ദീനിന്റെ ഇസ്സത്ത് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ഫിത്നക്കാരുടെ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല ഉമ്മത്തിനെ കാക്കട്ടെ. ഫിത്നക്കാരെ അല്ലാഹു തആല അടിച്ചമർത്തി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹിദായത്ത് അല്ലാഹു തആല ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.